ഹേ ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ഒരു ദിവസം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീക്കാൻ കുറച്ച് കുറച്ചധികം നേരം വൈകിന്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു ലൈറ്റ് കടുപ്പത്തിൽ. അങ്ങനെ ചായ നേരെ കുടിക്കാൻ പോയി. ചായൻ്റെ കൂടെ പത്തിരി കറി അങ്ങനത്തെ ഒന്നുമല്ല, ഞാൻ ഇൻഡോമിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഇൻഡോമി വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു കുറച്ച് മുമ്പ് വരെ. അതിലുള്ള ഒരു ഓയിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടമാണ്, ബിക്കോസ് ഞാൻ ആ ഓയിൽ അതിൽ ആഡ് ആക്കാറില്ല. അത് ആഡ് ആക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാറുമുണ്ട്. പക്ഷെ ഞാനിതിൻ്റെ ഒരു ഫാനാണെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മാഗിയാണ്, വെജ് മാഗിയാണ്, അന്നും ഇന്നും എന്നും. അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ച് ഒരു ഫേസ് ക്രീം, ഡേ ക്രീം അപ്ലൈ ചെയ്തു. ഇതിൽ SPF ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. മഴയാണെങ്കിലും SPF ഇടാലോ അല്ലേ. അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറേ ആയി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, പക്ഷെ ഞാൻ ഇന്ന് മുതലാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ പോയി മഴയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ഞാൻ നേരെ അകത്തേക്ക് പോയി. കാരണം നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. ഞാൻ എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഉമ്മയുണ്ട്, ഉമ്മ എന്ന് വന്നതാണ്. അപ്പം ഇത്താക്ക് 2 മക്കളുണ്ട്. അതിൽ ചെറിയതിന് പാല് കലക്കാണ്. ഇത്താത്ത ഇവിടെ ഇല്ല, ഇത്താത്ത ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പം ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനക്കുള്ള പാല് കലക്കി ഞാൻ നേരെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചു. പിന്നെ ഞാനൊന്ന് പുറത്തൊക്കെ വന്ന് നോക്കി മഴ ഉണ്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ശീലമാണ്. പിന്നെ ഇതാണ് എൻ്റെ താത്തൻ്റെ ചെറിയ മോൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി. ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം നല്ല ഏലക്കായൊക്കെ ഇട്ട നല്ല ഒരു പാൽ ചായ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്കും ഞാൻ എൻ്റെ പരിപാടി നടത്തുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കൽ. അപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കാൻ നല്ല രസമാട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങനെ ചായ ഉണ്ടാക്കി ഞാനും ഉമ്മയും ഇത്താത്തയും കൂടെ ഇരുന്ന് കുടിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ചായ അടിപൊളിയായിരുന്നു. പിന്നെ പരിപ്പുവട ഉണ്ടായിരുന്നു. ഈ പരിപ്പുവട അടിപൊളിയാണ് കഴിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ പൊക്കവട ഉണ്ടായിരുന്നു. ഞാൻ പൊക്കവട എന്ന് പറയാം, പക്കവട എന്നൊക്കെ പറയും. പിന്നെ ഈ ബ്രെഡ് ഇത് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്, അവരെന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ റൂമിലോട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് നോക്കി. അത് ശീലമായിപ്പോയി, മാറ്റാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഞാൻ നോക്കും. പിന്നെ നിസ്കരിക്കാൻ പോയി, മഗ്‌രിബ് നിസ്കരിക്കാൻ പോയി. ഇശാ ബാങ്ക് കൊടുക്കാനായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ഇശാവും കൂടെ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത്. നിസ്കരിച്ച് കുറച്ച് നേരം പടത്തിൽ തന്നെ അങ്ങനെ ഇരുന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നിരുന്നു. അപ്പോഴാണ് ഇത്താത്ത പറഞ്ഞത്, കിച്ചണിൽ മാംഗോ ഉണ്ട്, അത് കഴിച്ചോ, എല്ലാവർക്കും എടുത്തു കൊടുത്തേക്കെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ മാംഗോ ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് മുറിച്ച് സെറ്റാക്കി കൊടുത്ത്. പിന്നെ ഇവിടെ ബുക്കുണ്ട്, എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ ബുക്കൊക്കെ വായിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബുക്കിനെ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം, ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇത്താത്ത മക്രോണിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇത് നോർമൽ ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിൽ കുറച്ച് ക്രീമൊക്കെ, ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഈ ഒരു ചോക്ലേറ്റും കൂടെ, അത് ഓട്സിൻ്റെ ഒരു ബാറാണ്, ഈ ഓട്സ് ബാറും കൂടെ കഴിച്ച് നല്ലതാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബാക്കി ബുക്കും കൂടെ ഒന്ന് വായിച്ചു, കുറച്ച് നേരം കൂടെ വായിച്ച്. ബുക്ക് തുറന്നാൽ അപ്പോൾ ഉറക്കം വരുമല്ലോ, അത് ശീലമാണ്. അങ്ങനെ ഞാൻ പോയി ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബായ്.